യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 1610 കൊല്ലം ജംഗ്ഷൻ നിന്നും ചെന്നൈ ഇഗ്മോർ വരെ പോകുന്ന എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിന്റെ അതിർത്തി പട്ടണങ്ങളിൽ ഒന്നായ പുനലൂരിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ തെങ്കാശി എന്ന പട്ടണത്തിലേക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ നാടായ കറ്റാനത്ത് നിന്നും പുനലൂർ വരെ KSRTC ബസ്സിലാണ് എന്റെ യാത്ര. പുനലൂരിലെ വളരെ ഫേമസ് ആയ തൂക്കുപാലം കണ്ടിട്ട് വേണം എനിക്ക് തെങ്കാശിയിലേക്കുള്ള ട്രെയിൻ പിടിക്കുവാൻ. 1877 ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പുനലൂർ തൂക്കുപാലം കാലത്തിന്റെ വലിയ പോറലുകളൊന്നും ഏൽക്കാതെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇതിലൂടെ ഇപ്പോൾ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. പുനലൂർ തൂക്കുപാലം കണ്ടിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് നടന്നു. റോഡിന്റെ ഇരുവശവും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള വോക്ക് വേ നല്ല വൃത്തിയായിട്ട് തന്നെ പണിതു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാഹനങ്ങളുടെ ശല്യമില്ലാതെ നമുക്ക് നടന്നു പോകാം. കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളിലും പോലെ പുനലൂരിലും റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് പുനലൂരുള്ളത്. ആകെ 2 പ്ലാറ്റ്ഫോമുകളെ ഈ സ്റ്റേഷനുള്ളൂ. അങ്ങനെ നോക്കി നിൽക്കെ തെങ്കാശിയിലേക്ക് പോകാനുള്ള എന്റെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 1610 കൊല്ലം ജംഗ്ഷൻ നിന്നും ചെന്നൈ ഇഗ്മോർ വരെ പോകുന്ന എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. 2 മണിക്കൂർ നീളുന്ന ഈ യാത്രയ്ക്ക് വേണ്ടി ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. എന്റെ കോച്ച് S9 ആണ്. S9-ൽ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചെന്നൈക്ക് പോകുവാൻ വേണ്ടി ആൾക്കാർ ഈ കമ്പാർട്ട്മെന്റിൽ കയറുമായിരിക്കും. പുനലൂരിൽ വെച്ച് 2 എഞ്ചിനുകൾ ഘടിപ്പിച്ചിട്ടാണ് ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്നത്. തെങ്കാശി വരെയുള്ള 58 കിലോമീറ്റർ കവർ ചെയ്യുവാൻ ഈ ട്രെയിൻ ഏതാണ്ട് 2.25 മണിക്കൂർ സമയമെടുക്കും. അങ്ങനെ പുനലൂർ സ്റ്റേഷനെയും കല്ലടയാറിനെയും പിന്നിലാക്കിയിട്ട് ട്രെയിൻ യാത്ര തുടങ്ങി. കൊല്ലത്ത് നിന്നും ചെങ്കോട്ട വരെ നീളുന്ന റെയിൽവേ പാതയാണ് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ റെയിൽ പാത. 1904 അന്ന് മീറ്റർ ഗേജായി നിർമ്മിച്ച ഈ പാത സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. 9 റെയിൽവേ സ്റ്റേഷനുകളാണ് പുനലൂരിനും തെങ്കാശിക്കും ഇടയിലുള്ളത്. ഇതിൽ പലയിടത്തും ഈ ട്രെയിന് സ്റ്റോപ്പില്ല. 1873 തിരുവിതാംകൂർ രാജാവിന്റെ ഇഷ്ടപ്രകാരം ആരംഭിച്ച ഈ റെയിൽവേ പാതയുടെ പണി 1904 പൂർത്തിയാകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം പൂർണ്ണമായും ഒപ്പിയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്ര. 5 വലിയ പാലങ്ങളും അത്ര തന്നെ ടണലുകളും നമുക്ക് ഈ യാത്രയിൽ ക്രോസ് ചെയ്യാനുണ്ട്.
മൺസൂൺ സമയത്താണ് നമ്മൾ ഈ യാത്ര നടത്തുന്നതെങ്കിൽ ഈ കാണുന്ന പർവ്വതങ്ങളിലൊക്കെ പല അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണും. ആ സമയത്താണ് ഈ യാത്രയുടെ ഭംഗി ഒന്നുകൂടെ ആസ്വദിക്കാൻ കഴിയുന്നത്. പുനലൂർ തെങ്കാശി യാത്രയിലെ ആദ്യ ടണലാണ് ഇത്. ഇങ്ങനെയുള്ള 4 തുരങ്കങ്ങൾ കൂടി കടന്നു വേണം നമുക്ക് തെങ്കാശിയിലെത്തുവാൻ. ഒരു ചെറിയ പൈസയ്ക്ക്, അതായത് 150 രൂപയ്ക്ക് 2-2.5 മണിക്കൂർ കൊണ്ട് പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ നമുക്ക് ഈ ട്രെയിൻ യാത്ര കൊണ്ട് കഴിയും. പഴയ 2 വാണിജ്യ നഗരങ്ങളായ ചെന്നൈയെയും കൊല്ലത്തെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റെയിൽവേ പാത അന്ന് തിരുവിതാംകൂർ രാജാവ് പ്ലാൻ ചെയ്തത്. യാത്രയിലുടനീളം ധാരാളം ചെറിയ പാലങ്ങൾ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. കൊല്ലം മദ്രാസ് റെയിൽവേ റൂട്ടിലെ ഏറ്റവും പ്രയാസപ്പെട്ട നിർമ്മാണമായിരുന്നു പുനലൂരിൽ നിന്നും ആര്യങ്കാവ് വരെയുള്ള റെയിൽവേ പാതയുടെ നിർമ്മാണം. സൗത്ത് ഇന്ത്യ റെയിൽവേ കമ്പനിയും തിരുവിതാംകൂർ രാജാവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് ഈ റെയിൽവേ പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തെന്മല സ്റ്റേഷൻ പിന്നിട്ട് ട്രെയിൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ ട്രെയിന് സ്റ്റോപ്പില്ല. യാത്രയിലെ അടുത്ത ടണൽ നമ്മളങ്ങനെ ക്രോസ് ചെയ്യുകയാണ്. യാത്രയിലെ 3ാമത്തെ ടണലും അത് വന്നെത്തിക്കഴിഞ്ഞു. കരുതയുരുട്ടിയിലെ 13 കണ്ണറ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. ധാരാളം ഫിലിമുകളിൽ ഈ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. തെങ്കാശിയിലേക്കുള്ള റോഡിന്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ ട്രെയിനിന്റെ വലതുഭാഗത്ത് കാണുന്നത് തെങ്കാശിയിലേക്കുള്ള റോഡ് മാർഗമാണ്. റോഡരികിൽ പൂത്തു നിൽക്കുന്ന ഈ വാഗമനം പുനലൂർ തെങ്കാശി യാത്രയുടെ ഒരു ഹൈലൈറ്റ് ആണ്. ധാരാളം വർഷങ്ങളായി ഈ മരത്തെ ഇവിടെ കാണാനുണ്ട്. യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് സയ്യാവ്രതം വന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേരളത്തിലെ അവസാനത്തെ സ്റ്റേഷനായ ആര്യങ്കാവിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. കുറെ ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നു. ശേഷം 2 സ്റ്റേഷനോടെ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട തെങ്കാശി എത്തും. ആര്യങ്കാവ് കഴിഞ്ഞപ്പോഴേക്കും യാത്രയിലെ ഏറ്റവും നീളമുള്ള ടണൽ എത്തി. ഈ ടണൽ ക്രോസ് ചെയ്യാൻ ഏതാണ്ട് 3 തൊട്ട് 4 മിനിറ്റ് വരെ സമയമെടുക്കും.
ചെങ്കോട്ട സ്റ്റേഷൻ എത്താറായപ്പോഴേക്കും തമിഴ് മണമുള്ള കാറ്റും തമിഴ് ഭൂപ്രകൃതിയും നമ്മെ ആകർഷിക്കുന്നു. വിശാലമായ നെൽപ്പാടങ്ങളും ആടുകളെയും പശുക്കളെയും മേയ്ക്കുന്ന ആൾക്കാരുമൊക്കെ നമ്മുടെ കാഴ്ചയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കേരളത്തിൽ ഈ കാഴ്ചകളൊക്കെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാവുകയാണല്ലോ ഇപ്പോൾ. ആട്ടിടയന്മാരെ പുറകിൽ വിട്ടിട്ട് ഞങ്ങളുടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങി. തെങ്കാശിക്ക് മുൻപുള്ള ചെങ്കോട്ടയിൽ ട്രെയിൻ കുറെ നേരം നിർത്തിയിട്ടിരുന്നു. അതിനുശേഷം യാത്ര തുടർന്നു. വിശാലമായ നെൽപ്പാടങ്ങളാണ് യാത്രയിലെ കാഴ്ചകൾ. നെൽകൃഷി കൂടാതെ തെങ്ങിന്റെ കൃഷിയും വൻതോതിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്നു. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ തെങ്കാശിയിലെത്തിയിരിക്കുകയാണ്. തെങ്കാശി സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ ആയിരുന്നെങ്കിലും വളരെ ക്ലച്ച് ആൾക്കാർ മാത്രമേ കയറാനും ഇറങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ബാഗും എടുത്തുകൊണ്ട് ട്രെയിനിന്റെ പുറത്ത് കടന്നു. തെങ്കാശിയിലെ പ്രധാന കാഴ്ചകളിലൊന്ന് ഇവിടുത്തെ കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. അത് കാണാൻ വേണ്ടി ഞാൻ ഒരു ഓട്ടോ പിടിച്ചു. 100 രൂപയാണ് ഓട്ടോയുടെ ചാർജ്. തെങ്കാശിയിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെ ഓട്ടോക്കാരൻ വളരെ വിദഗ്ധമായി വണ്ടി ഓടിച്ചു. ഏതാണ്ട് 5-6 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം തെങ്കാശിയിലെ ഏറ്റവും ഫേമസ് ആയ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഡ്രൈവർ എന്നെ കൊണ്ടെത്തിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ഹോട്ടലിൽ കയറി ഞാൻ ചെറിയ ഭക്ഷണം കഴിക്കുകയാണ്. 3 മണി കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ലഞ്ച് ഒന്നുമില്ല. അതിന് പകരം കടലയും അതിന്റെ മുകളിൽ കുറെ മിച്ചറും വിതറിയ ഏതോ ഒരു ലഘു ഭക്ഷണം ഞാൻ കഴിച്ചു. എന്റെ പേരെനിക്ക് ഓർമ്മയില്ല. കടലയുടെ കൂടെ ഒരു കോഫിയും കഴിച്ചിട്ട് ഞാൻ ബില്ല് പേ ചെയ്ത് പുറത്തിറങ്ങി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കാഴ്ചകൾ കാണുവാൻ വേണ്ടി. മാല ഉണ്ടാക്കി എത്ര സമയം എടുക്കും? 5 minutes. താരതമ്യേന തിരക്കുള്ള ഒരു നഗരം തന്നെയാണ് തെങ്കാശി. തെങ്കാശിയിലെ ഈ അമ്പലം കൂടാതെ ഇവിടുത്തെ പുഷ്പ മാർക്കറ്റും വളരെ ഫേമസ് ആണല്ലോ. പൂക്കളുടെ മാർക്കറ്റ് രാവിലെയാണല്ലോ സജീവമാകുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ ഞാൻ താല്പര്യം കാണിച്ചില്ല. പകരം അമ്പലത്തിന്റെ മുന്നിലേക്ക് വീണ്ടും നടന്നു. പൊങ്കൽ അടുത്ത് വരുന്നതുകൊണ്ട് അമ്പലത്തിൽ പൊതുവെ തിരക്കൽപ്പം കൂടുതലാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനങ്ങനെ കുറേയേറെ നേരം ചെലവഴിച്ചു. എൻ്റെ തിരിച്ചുള്ള ബസ് വരുവാൻ ഇനിയും 2 മണിക്കൂർ സമയമുണ്ടല്ലോ. തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്നും വൈകിട്ട് 6:40 എൻ്റെ ദേശമായ കറ്റാനത്തേക്കുള്ള ബസ് സർവീസ്.
അതിന് ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട്. അതുകൊണ്ട് സ്റ്റേഷന് മുന്നിലെത്തിയിട്ട് അവിടെ കിടക്കുന്ന മറ്റുള്ള KSRTC ബസ്സിനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി സ്റ്റേഷന്റെ നേരെ മുന്നിലുള്ള കടയിലെത്തി. വളരെ തിരക്കുള്ള ഒരു ചായക്കട. നല്ലൊരു ചായ കുടിച്ചിട്ട് ഞാൻ തിരിഞ്ഞ് സ്റ്റേഷനിലേക്ക് നടന്നു. അപ്പോഴേക്കും എനിക്ക് പോകാനുള്ള ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുനലൂരിൽ നിന്നും ട്രെയിനിൽ തെങ്കാശിയിലേക്കുള്ള ഈ ട്രെയിൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.